ഇടുക്കി ഉപ്പുതറയിൽ ഭർത്താവ് ഭാര്യയെ തലക്കടിച്ചു കൊന്നു. ഉപ്പുതറ മലയക്കാവിൽ സ്വദേശിനി രജനിയാണ് കൊല്ലപ്പെട്ടത്. കുടുംബകലഹമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭർത്താവ് സുബിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. കുട്ടികളെ സ്കൂളിൽ പോയിട്ട് വന്ന സമയത്ത് ഈ രജനി രക്തം വാർന്ന് കട്ട പിടിച്ച് കട്ടിലെ കിടക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ട് തൊട്ട് അയൽവാസികളോട് ചെന്ന് വിവരം പറഞ്ഞു. അവരെ ഉടനെ എന്നെ വിളിച്ചു ചെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ മറ്റു 2-3 പേരെയും കൂടെ അയൽവാസികളെ പറഞ്ഞു വിട്ടു. അവർക്ക് വന്നപ്പോൾ ഇത് മരിച്ചു കിടക്കുന്നതാണെന്ന് സംശയം തോന്നി വീണ്ടും വിളിച്ച് അതിനെ തുടർന്ന് നമ്മൾ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നപ്പോൾ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. അതിൻ്റെ എന്താണ് പ്രശ്നമെന്നുള്ളത് കുറച്ച് കാലങ്ങളായിട്ട് കുടുംബകലഹം ഇവരുടെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അയൽവാസികൾക്കെല്ലാം അറിയാം. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ആഷിഖ്, ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? ഇതേവരെ പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് സുബൈർ പോലീസിനെ ആയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകുന്നേരമാണ് 48 വയസ്സുകായ രജനിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടുക്കി ഉപ്പുതറ മത്തായിപ്പാറയ്ക്ക് സമീപം MC കവലയിലെ മാലേക്കാവിൽ വീട്ടിലെ രജനി എന്ന 48 വയസ്സുകാരിയാണ് മരണപ്പെട്ട നിലയിൽ കാണുന്നത്. സ്കൂളിൽ പോയിരുന്ന കുട്ടികൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മാതാവ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തൊട്ടടുത്തുള്ള അയൽവാസികളെ വിവരം അറിയിക്കുകയും അയൽവാസികളെത്തി പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഭർത്താവ് സുബിനെ കാണാനില്ല എന്ന് മനസ്സിലാക്കുകയും ഭർത്താവാണ് ഈ കൊലപാതകം നടത്തിയെന്ന് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു. അയൽവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇരുവരും തമ്മിൽ വലിയ കുടുംബകലഹം വീട്ടിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി നിലനിന്നിരുന്നു. ഇതിനെ തുടർന്നാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഭർത്താവ് സുബിനായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഇതേവരെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉടനടി തന്നെ സുബിനെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റു നടപടികളിലേക്ക്, പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോലീസ് കടന്നിട്ടുണ്ട്. ജീന. ശരി ആഷിഖ്, ഏതായാലും പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവിനായി തിരച്ചിൽ നടക്കുകയാണ്. വിശദാംശങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.